നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ അമ്മേ സർ വേണ്ട സർ അമ്മേ സർ വേണ്ട. കൊള്ളയേട്ടന്മാരെ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാ ശ്യാമയെ വീടിന് പുറത്താക്കി വെയിലത്ത് നിർത്തിയിരുന്നല്ലേ? നിങ്ങളുടെയൊക്കെ അനിയനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുക. നീ അത് വിട്. എന്റെ അനിയനാണെന്ന് പറയാൻ നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ കാര്യം. അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. പിന്നെ ഇന്ന് പകൽ ഈ സംഭവങ്ങളിലൂടെ നടക്കുമ്പോ ഞാനിവിടെ ഇല്ലായിരുന്നു. പിന്നീട് വന്ന് വിവരങ്ങൾ അറിഞ്ഞപ്പോ അമ്മയുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു തോന്നി. ശ്യാമയില്ലേ, എന്റെ അനിയത്തി തന്നെയാ. പക്ഷെ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണം, അതാരായാലും. ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു എന്നുള്ളത് സത്യം. പക്ഷെ ഞാൻ ഇന്ന് ചെയ്തതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് പറയാനുണ്ട്. ആദ്യട്ടാ, ഒന്നാമതായിട്ട് താനൊന്നും പറയണ്ട. പറയേണ്ടതൊക്കെ ഞാൻ പറയാം. എടാ അഖി, ഈ വീട്ടില് കുറെ ദിവസമായിട്ട് വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അതിന്റെ കാരണക്കാരാരാന്ന് നിനക്കറിയാലോ. നീ എന്നെയാണോ ഉദ്ദേശിച്ചത്? അരുണേ, എന്താ ഇത്? നിങ്ങൾ രണ്ടും എന്തിനാ വീണ്ടും തമ്മി തല്ലുന്നേ? അഖി, ഈ വീട്ടിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം നിന്റെ ഈ ഭാര്യ. ഈ കുടുംബത്തിലെ ശത്രുവിനോട് നിന്റെ ഭാര്യ കൂട്ടുചേർന്നു. അതമ്മ കൈയോടെ പിടിച്ചു. കുറ്റം ചെയ്താ അതിനുള്ള ശിക്ഷ കൊടുക്കണോ വേണ്ടയോ? നീ തന്നെ പറ. ചെയ്യേണ്ട രീതിയില് അമ്മ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പുറത്തിറക്കി വിട്ട ഇവളെ നീ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നത് തീരെ ശരിയായില്ല. ഐശ്വര്യടുത്ത് പറയുന്നത് എനിക്ക് കേൾക്കണ്ട. അമൃതടുത്തിയും ഇതിന് കൂട്ടു നിന്നു അല്ലേ? സർ, അമൃതടുത്തി ഒന്നും പറയല്ലേ. അമൃതടുത്തിക്ക് കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കാനേ പറ്റൂ. എന്തായാലും ഈ വീട്ടിൽ നടന്ന ഒരു നീതികേടിന് എന്റെ ഏട്ടന്മാരുടെ നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടത് നിങ്ങളിപ്പോ വലിയ ന്യായം പറഞ്ഞ് കൈയൊഴിഞ്ഞു കളഞ്ഞില്ലേ? ഈ ശ്യാമയാ. അരുണേട്ടനും ആദ്യേട്ടനും തമ്മില് വഴക്കുണ്ടായി. ആദ്യേട്ടനും അമൃതയേട്ടയും വീട് വിട്ടുപോയി. വിവരം അറിഞ്ഞപ്പോ ആ നിമിഷം തന്നെ ചെന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒറ്റ വാശിയിൽ നിന്നത് ഈ ശ്യാമയാ. അന്നാരും ഒരു ന്യായം പറഞ്ഞില്ലല്ലോ. എന്തായാലും എനിക്കിപ്പോ കുറച്ചുകൂടി സന്തോഷായി. കൂടപ്പിറപ്പുകളുടെ മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു അവസരം കിട്ടിയല്ലോ. കണ്ണിച്ചോറില്ലാതെ ശ്യാമയോട് കാണിച്ച ഈ ദുഷ്ടതയ്ക്ക് പകരം ചോദിക്കാൻ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.